നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നിറയെ പലഹാരം തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്ക് പുഴുങ്ങിയതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഉണക്കമുന്തിരിയും കാഷ്യുമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. തേങ്ങയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി പഴം നന്നായിട്ട് ഇനി ഞാനിവിടെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ ഒരു ഫോർക്കോ ഒരു സ്പൂണോ കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചിട്ടെടുക്കാം. പഴം ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ തേങ്ങയുടെ ഫില്ലിങ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ബ്രെഡും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, ആ 3 ബ്രെഡ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായി കുറച്ച് വീതം മാവ് ഇതുപോലെ ഒന്നെടുത്ത് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് ഞാനിവിടെ 2-3 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. മുട്ടയിലൊന്നും കോട്ട് ചെയ്തെടുക്കുന്നില്ല, ബ്രെഡ് ക്രംസിൽ മാത്രമാണ് ഇത് കോട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായി ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പുറം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം റെഡിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശവും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ 2 വശവും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകും.